ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ വ്യക്തിയെ നിങ്ങൾ കണ്ടുമുട്ടാൻ ഉള്ള ആ ഒരു നിയോഗം എന്താണ്, അതുപോലെ തന്നെ അവരുമായിട്ട് ഒരുമിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുമോ? ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നത്, ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം തുടർന്ന് കാണാനായിട്ട് ശ്രമിക്കാം. അതുപോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജനറൽലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്കിത് റെസിനേറ്റ് ആയി തുടങ്ങുന്നതാണ്. ഇതിൽ വരുന്ന ക്ലൂസ്, സിറ്റുവേഷൻസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കാം. ഇനി റെസിനേറ്റ് ചെയ്യുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ വിട്ടേക്ക്. ഫോഴ്സ്ഫുള്ളി ആരും റെസിനേറ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത്. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. നല്ലൊരു റീഡിങ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കാം. അപ്പോൾ നമ്മളിവിടെ നോക്കുന്നത് നിങ്ങളുടെ വ്യക്തിയെ നിങ്ങൾ കണ്ടുമുട്ടാൻ ഇടയായിട്ടുള്ള ആ ഒരു നിങ്ങൾ തമ്മിലുള്ള ആ ഒരു നിയോഗം എന്താണ്, അതുപോലെ തന്നെ അവരുമായി ഒരുമിക്കാനായിട്ട് സാധിക്കുമോ എന്നുള്ളൊരു കാര്യമാണ്. നിങ്ങളും ഈ ഒരു വ്യക്തിയുമായിട്ടുള്ള ഈ ഒരു റിലേഷൻഷിപ്പിന്റെ നിയോഗം എന്താണ്, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ചിലപ്പോൾ നിങ്ങളിപ്പോൾ സെപ്പറേഷനിലായിരിക്കാം, അപ്പോൾ വീണ്ടും നിങ്ങൾക്ക് ഒന്നിക്കാനായിട്ട് സാധിക്കുമോ, ഈ ഒരു കാര്യമാണ് നമ്മളിവിടെ നോക്കുന്നത്. വീണ്ടും നിങ്ങൾക്ക് ഒരുമിക്കാനായിട്ട് സാധിക്കുമോ, എന്താണ് നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾ കണ്ടുമുട്ടാനിടയായിട്ടുള്ള ആ ഒരു നിയോഗം എന്താണ് എന്നുകൂടി നമ്മളിവിടെ നോക്കുന്നുണ്ട്. ഓക്കെ ഫസ്റ്റ് കാർഡ് നമുക്ക് കിട്ടിയിട്ടുള്ളത് 2 of Wands ഒരു കാർഡാണ്. സെക്കൻഡ് കാർഡ് 9 of Cups ആണ്. തേർഡ് കാർഡ് Knight of Pentacles, the Tower, Knight of Cups, King of Cups, King of Swords, 6 of Pentacles, 6 of Swords, 8 of Wands, 8 of Swords ആണ്. 10 of Wands, 2 of Pentacles. ഓക്കെ, നമുക്ക് ഇവിടെ മാസ്റ്റർ കാർഡ് കിട്ടിയിട്ടുള്ളത് 10 of Swords ആണ് നമുക്കിവിടെ മാസ്റ്റർ കാർഡായിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന ഒരു സ്പ്രെഡ്. അപ്പോൾ ഫസ്റ്റ് നമ്മളിവിടെ നോക്കുന്നത് നിങ്ങൾ തമ്മിൽ കണ്ടുമുട്ടിയതിൻ്റെ ആ ഒരു നിയോഗം എന്താണ് എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ നമുക്കിവിടെ ഫസ്റ്റ് തന്നെ നമുക്ക് 2 of Wands കിട്ടിയിട്ടുണ്ട്, അതുപോലെ തന്നെ സെക്കൻഡ് കാർഡ് 9 of Cups കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 2 of Wands എന്ന് പറയുമ്പോൾ ഇത് ഒരു വിധി നിങ്ങളെ രണ്ടുപേരെയും ഒരേ പാതയിൽ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നു എന്നാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ 9 of Cupsന്റെ എനർജി വരുമ്പോഴത്തേക്കും നിങ്ങളുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒരു റിലേഷൻഷിപ്പാണ് ഇത് എന്നുള്ളതാണ്. അതായത് നിങ്ങളുടെ ഹൃദയത്തിൽ എങ്ങനെയാണോ ഒരു റിലേഷൻഷിപ്പ് വേണ്ടിയിരുന്നത്, അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരേണ്ടിയിരുന്നത്, അല്ലെങ്കിൽ എങ്ങനെ പെരുമാറണം എന്നാണ് നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി ഏത് രീതിയിൽ നിങ്ങളോട് കെയർ ചെയ്യണം എന്നാണ് നിങ്ങൾ ആഗ്രഹിച്ചിരുന്നത്, ആ രീതിയിൽ നിങ്ങളിലേക്ക് വന്നിട്ടുള്ള ഒരു പേഴ്സൺ ആണ് ഇത് എന്നാണ് കാണുന്നത്. അപ്പോൾ ഈ ഒരു നിങ്ങൾ തമ്മിലുള്ള ഈ ഒരു കൂടിക്കാഴ്ച സാധാരണമായൊരു പരിചയം മാത്രമല്ല എന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ജീവിത വഴികളിൽ ഒരു പുതിയ ഒരു ദിശയും ഒരു വലിയ ആഗ്രഹത്തിന്റെ നിറവേറ്റലും കൊണ്ടുവരാനായിട്ട് ഈ വ്യക്തി വന്നിരിക്കുന്നതായിട്ടാണ് നമുക്ക് കാണുന്നത്. അപ്പോൾ നമ്മളിവിടെ പറയുമ്പോൾ ജീവിത വഴികളിൽ ഒരു പുതിയ ദിശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളെ ഏതെങ്കിലും തരത്തിൽ മോട്ടിവേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും തരത്തിലുള്ളൊരു നിങ്ങൾക്കൊരു ഹാബിറ്റോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ചെയ്ത് മുന്നോട്ട് വന്ന് അവിടെ ഒരു ഉയർച്ച നേടാനൊക്കെ ഈ ഒരു വ്യക്തി സഹായിക്കുന്നുണ്ടാകും. അല്ലെങ്കിൽ നിങ്ങൾക്കിപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ബാഡ് ഹാബിറ്റോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കണം എന്ന് നിരന്തരമായി പറയുകയും അതിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യുകയും അതിന് വേണ്ടിയിട്ടുള്ള തെറാപ്പീസും കാര്യങ്ങളൊക്കെ ചെയ്ത് നിങ്ങളുടെ ഒപ്പം നിന്നിട്ടുള്ള അങ്ങനെ എക്സാമ്പിളാണ് ഞാൻ പറയുന്നത്. അതുപോലെയുള്ള എന്തോ ഒരു കാര്യങ്ങൾ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ വന്നതിന് ശേഷം നടന്നിട്ടുണ്ട് എന്നാണ് കാണുന്നത്. അപ്പോൾ അതുപോലെ തന്നെ വലിയൊരു ആഗ്രഹത്തിന്റെ നിറവേറലും ഇവിടെ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് ഈ ഒരു ബന്ധം നിങ്ങളുടെ ആത്മാവിന്റെ ശരിക്കുമുള്ള ഒരു വളർച്ചയ്ക്കും അതുപോലെ ജീവിതത്തിൽ കുറേയേറെ എക്സ്പീരിയൻസ് തരാനായിട്ടും കാരണമായിട്ടുള്ള ഒരു ബന്ധമാണ് എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു 2 cards നിന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ഈ വ്യക്തിയുടെ യഥാർത്ഥ സ്വഭാവം എന്താണ് എന്ന് നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ നൈറ്റ് ഓഫ് കപ്സ് വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ കിങ് ഓഫ് കപ്സും വന്നിട്ടുണ്ട്, നൈറ്റ് ഓഫ് കപ്സും വന്നിട്ടുണ്ട്, കിങ് ഓഫ് സോൾസും വന്നിട്ടുണ്ട്. 3 കാർഡുകൾ നമുക്കിവിടെ അടുപ്പിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ
ഈ ഒരു 3 കാർഡുകളും ചേർന്ന് പറയുന്നത് ഈ വ്യക്തിക്ക് ആഴത്തിലുള്ള ഫീലിങ്സുകൾ ഉണ്ടാകാം, അല്ലെങ്കിൽ ഉണ്ട് എന്ന് തന്നെയാണ്. പക്ഷെ അവർ ചിലപ്പോൾ ഒരു പലപ്പോഴും അവർ എല്ലാ കാര്യങ്ങൾക്കും ഒരു ഡിസിഷൻ എടുക്കേണ്ടതോ അല്ലെങ്കിൽ പറയേണ്ടതോ സംസാരിക്കേണ്ടതൊക്കെ ഒരു കാര്യങ്ങൾ വരുന്ന സമയത്ത് അവർ മനസ്സ് അല്ലെങ്കിൽ അവരുടെ ഫീലിങ്സിനേക്കാൾ കൂടുതലായിട്ടും അവരുടെ ഒരു ബ്രെയിൻ ആണ് യൂസ് ചെയ്യുന്നത്, അവരുടെ ബുദ്ധി ഉപയോഗിച്ചാണ് അവർ തീരുമാനങ്ങൾ എടുക്കുന്നത് എന്നാണ് കാണുന്നത്. അതായത് ഒരു വികാരത്തിന്റെ പുറത്ത് തീരുമാനം എടുക്കുന്നതും പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ച് തീരുമാനം എടുക്കുന്നതും രണ്ടും രണ്ടാണ്. നമുക്ക് വളരെയധികം ഒരു സങ്കടം വരുന്ന സമയത്ത് നമ്മൾ പെട്ടെന്ന് ഒരു ഡിസിഷൻ എടുക്കുന്നു, ഓക്കെ ഇതിങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ വളരെയധികം സന്തോഷിച്ചിരിക്കുന്ന ഒരു സമയത്ത് നമ്മൾ ഡിസിഷൻ എടുക്കുന്നു. ഇത് ശരിയായ രീതിയിൽ ഉള്ള ഡിസിഷൻ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അതൊരു നല്ല രീതിയിലുള്ള ഒരു ഡിസിഷൻ ആകാനുള്ള ഒട്ടും ചാൻസ് ഇല്ല. പക്ഷെ ലൈഫിൽ നമ്മൾ നോക്കുമ്പോൾ ജീവിതത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്ന പല ആളുകളുടെയും കാര്യങ്ങൾ എടുക്കുകയാണെങ്കിൽ പലരും പലപ്പോഴും ആ ഒരു ഫീലിങ്സിന് പുറത്താണ് ഓരോ തീരുമാനങ്ങൾ എടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ എന്തായാലും ഇവിടെ നിങ്ങളുടെ പേഴ്സണെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവർ അങ്ങനത്തെ ഒരാളല്ല എന്നുള്ളതാണ്. അവർ കുറച്ച് ഫീലിങ്സ് ഒക്കെ ഒന്ന് മാറിയിരിക്കട്ടെ, ഒരു പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ ലൈഫിൽ വേണം എന്ന് വിചാരിച്ച് ബുദ്ധിപരമായിട്ട് ചിന്തിച്ച് തീരുമാനങ്ങളൊക്കെ എടുക്കുന്ന ഒരു വ്യക്തിയായിരിക്കും. ഒരു പക്ഷെ അവര് ഒരു സ്നേഹം കാണിക്കാനായിട്ട് അല്ലെങ്കിൽ സ്നേഹം പ്രകടിപ്പിക്കാനായിട്ട് അറിയാത്ത വ്യക്തികളായിരിക്കാനും ചാൻസ് ഉണ്ട്. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ വളരെയധികമുള്ള ഫീലിങ്സ് നിങ്ങളോട് ശക്തമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് കാർഡുകളിൽ. അതുകൊണ്ടാണ് ഈ ഒരു ബന്ധത്തിൽ സ്നേഹവും ശരിക്കും ബുദ്ധിയും തമ്മിലുള്ള അല്ലെങ്കിൽ ഫീലിങ്സും ബ്രെയിനും തമ്മിലുള്ള ഒരു സംഘർഷം ഉണ്ടാകാനായിട്ടുള്ള ഒരു സാധ്യത നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അപ്പം പിന്നെ ഈ ഒരു നമുക്കൊരു ടവർ കാർഡും അതുപോലെ 10 ഓഫ് സോർഡ്സ് 10 ഓഫ് വാൻഡ്സ് ഇപ്പോൾ വന്നിട്ടുണ്ട്. ടവർ കാർഡ് വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ 10 ഓഫ് വാൻഡ്സും വന്നിട്ടുണ്ട്, 10 ഓഫ് സോർഡ്സും വന്നിട്ടുണ്ട്. അപ്പൊ ഈ ഒരു 3 കാർഡുകൾ പറയുന്നത് ഈ ഒരു ബന്ധത്തിൽ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു സംഭവം അല്ലെങ്കിൽ ഒരു വഴിത്തിരിവ് ഉണ്ടാകും എന്ന് തന്നെയാണ്. അപ്പൊ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത എന്തോ ഒരു കാര്യങ്ങൾ ഈ ഒരു ലൈഫിൽ വരാനായിട്ട് പോകുന്നു എന്നുള്ളതാണ്. ചില സമയങ്ങളിൽ നിങ്ങൾക്ക് ഒരു ലൈഫിൽ വളരെയധികം വേദന തോന്നുന്ന, നിരാശ തോന്നുന്ന ആ ഒരു സമയങ്ങളിലൂടെയൊക്കെ നിങ്ങൾ കടന്നു പോകുന്നുണ്ടാകാം. ഒരാൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പ്, നിങ്ങളുടെ രണ്ടുപേരുടെ റിലേഷൻഷിപ്പിൽ ഒരാൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് വളരെയധികം ഒരു റെസ്പോൺസിബിലിറ്റി, ഒരു ഭാരമായി തോന്നിയ സമയവും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. എന്നാൽ ദ ടവർ പലപ്പോഴും ആ ഒരു പഴയ കാര്യങ്ങളെയെല്ലാം തകർത്ത് കളഞ്ഞതിന് ശേഷം പുതിയ ഒന്നിന് ഒരു തുടക്കം കുറിക്കുന്നു എന്നുള്ള രീതിയിൽ നമുക്ക് ടവറിനെ കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ പറയാനായിട്ട് പറ്റും, നിങ്ങൾ ഒരുമിക്കുമോ അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ സെപ്പറേഷൻ നിൽക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ ഒരുമിച്ച് ചേരാനുള്ള ചാൻസ് ഉണ്ട് എന്നൊരു ക്വസ്റ്റ്യൻ നമ്മളിവിടെ ചോദിച്ചിരുന്നു. ആ ക്വസ്റ്റ്യനൊരു ആൻസർ ഈ ടവർ കാർഡാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. അതിനെ സപ്പോർട്ട് ചെയ്ത് 10 ഓഫ് സോർഡ്സും 10 ഓഫ് വാൻഡ്സും കൂടി വരുമ്പോഴത്തേക്കും നമുക്ക് ഉറപ്പിച്ച് പറയാനായിട്ടും പറ്റും ഈ ഒരു ബന്ധത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കാനായിട്ട് പോകുന്നു, അല്ലെങ്കിൽ സംഭവിച്ചു തുടങ്ങിയിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. പിന്നെ നമ്മളിവിടെ നോക്കുമ്പോൾ നമുക്ക് 6 ഓഫ് പെൻറ്റക്കിളും അതുപോലെ 6 ഓഫ് സോർഡ്സും തൊട്ടടുത്തടുത്തായിട്ട് 2 കാർഡുകൾ വന്നിട്ടുണ്ട്. 6 ഓഫ് പെൻറ്റക്കിൾ, 6 ഓഫ് സോർഡ്സും. ഈ ഒരു കാർഡുകൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു ഒരു മിതത്വം കൊണ്ടുവരാനായിട്ട് സഹായിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഒരു മിതത്വം വന്നിട്ടുണ്ട് എന്നതാണ്. ഒരു നല്ല രീതിയിൽ ഒന്ന് മനസ്സിലാക്കാനോ അല്ലെങ്കിൽ സ്നേഹിക്കാനോ ഒക്കെ ഉള്ളൊരു മനസ്സ് ഈ 2 വ്യക്തികൾക്കും അവരുടെ മനസ്സ് ഒന്ന് പാകപ്പെട്ട് വന്നൊരു സമയം എന്ന് വേണമെങ്കിൽ പറയാം. ഒരാള് ഈ റിലേഷൻഷിപ്പിൽ കൂടുതലായിട്ട് എഫേർട്ട് ഇട്ടു എന്നാണ് പറയുന്നത്, മറ്റേ ആള് കുറച്ച് ഒരു എഫേർട്ട് മാത്രമാണ് ഈ റിലേഷൻഷിപ്പിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരാള് കൂടുതലായി നൽകുകയും മറ്റൊരാള് കുറച്ച് നൽകുകയും ചെയ്തു കഴിഞ്ഞാൽ അവരുടെ റിലേഷൻഷിപ്പ് വളരെയധികം ഒരു ഡിഫിക്കൽട്ട് ആയിട്ട് മാറും. ഒരു പക്ഷേ ചില സമയങ്ങളിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ദൂരേക്ക് മാറി നിൽക്കേണ്ടതായിട്ടൊക്കെ വന്നിട്ടുണ്ടാകാം. അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ ലൈഫിന്റെ അല്ലെങ്കിൽ നിങ്ങളെ ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൺ തന്നെ ഈ റിലേഷൻഷിപ്പിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടുണ്ടാകും, സെപ്പറേറ്റ് ചെയ്ത് വിട്ടിട്ടുണ്ടാകാം, ഒറ്റപ്പെടുത്തിയിട്ടുണ്ടാകാം. അപ്പോൾ ഇതൊക്കെ ഈ ഒരു ലൈഫിൽ, ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടേണ്ടുന്ന എക്സ്പീരിയൻസ് ആണ് എന്നാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് വരുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ തടസ്സങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ 8 ഓഫ് സോർഡ്സും അതുപോലെ 2 ഓഫ് പെൻറ്റക്കിൾസും നമുക്കിവിടെ കാണുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു ബന്ധത്തിൽ വളരെയധികം സംശയവും അതുപോലെ മാനസിക തടസ്സങ്ങളും ഒക്കെ ഉണ്ട് എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഒരാളെ ജീവിതത്തിലെ മറ്റുത്തരവാദിത്തങ്ങളും അതുപോലെ ഈ ഒരു ബന്ധത്തിനുമിടയിൽ ബാലൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ പേഴ്സന്റെ ഒരു എനർജി നോക്കുകയാണെങ്കിൽ അതാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. അവരുടെ ജീവിതത്തിലെ കുറേ ഉത്തരവാദിത്തങ്ങൾ ഈ ഒരു പേഴ്സൺ ഉണ്ട്, അതുപോലെ തന്നെ ഇവിടെ ഈ ഒരു റിലേഷൻഷിപ്പും ഉണ്ട്. അപ്പൊ നിങ്ങളെയും ഈ റിലേഷൻഷിപ്പിനെയും ഒരു വശത്തും അവരുടേതായ ഫാമിലി പ്രോബ്ലംസ്, അവരുടേതായ പ്രശ്നങ്ങൾ മറുവശത്തും. അപ്പൊ ഇതിനിടയിൽപ്പെട്ട ഞെങ്ങി ഞെരുങ്ങുന്ന ഒരു പേഴ്സന്റെ എനർജിയാണ് നമുക്കിവിടെ
കാണാൻ പറ്റുന്നത്. എന്ത് ചെയ്യണമെന്നല്ല, രണ്ടും ബാലൻസ് ചെയ്യാനായിട്ട് അവർ കഷ്ടപ്പെടുകയാണ്. അപ്പൊ അതിനാല് കാര്യങ്ങൾക്കൊന്നും ഒരു വ്യക്തത ഈ ഒരു സമയത്ത് ഉണ്ടാകണം എന്നില്ല. ഒരു സ്റ്റേബിൾ ആയിട്ടോ ഒരു ക്ലാരിറ്റിയോ ഒന്നും തരാതെ ഈ ഒരു പേഴ്സൺ പോകുന്നുണ്ടാകാം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പൊ നിങ്ങൾ രണ്ടുപേരും ഇവിടെ ഒന്നാകാനുള്ളൊരു സാധ്യത ഉണ്ടോ എന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ നൈറ്റ് ഓഫ് പെന്റക്കിൾസ് വന്നിട്ടുണ്ട്, അതുപോലെ കിങ് ഓഫ് കപ്സും നമുക്ക് കാണുന്നുണ്ട്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കോമ്പിനേഷൻ കാർഡാണ് ശരിക്കും പറയാം. നൈറ്റ് ഓഫ് പെന്റക്കിൾസ് എന്ന് പറയുമ്പോൾ കാര്യങ്ങൾ മന്ദഗതിയിൽ മുന്നോട്ട് പോകും എന്നാണ് നമുക്ക് പറയാനായിട്ട് പറ്റും. കിങ് ഓഫ് കപ്സിന്റെ ഒരു കാര്യം വരുമ്പോഴത്തേക്കും ഫീലിങ്സുകൾ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ളതായിട്ട് മാറാനുള്ളൊരു ചാൻസ് ഉണ്ട് എന്നുള്ളതാണ്. ഈ ഒരു പേഴ്സണ് നിങ്ങളെ കുറിച്ചുള്ള ഫീലിങ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഒരു ഫീലിങ്സ് ഒക്കെ വരുന്ന സമയത്ത് ഓക്കെ, കുറച്ചു നേരം അവർക്ക് ആ ഒരു ഫീലിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ അതിനുശേഷം അവരത് മാറ്റി വേറെ കാര്യങ്ങളിലേക്കൊക്കെ ഡൈവേർട്ട് ചെയ്ത് അവരെ തന്നെ അവരിങ്ങനെ കൊണ്ടുപോകുന്ന ഒരവസ്ഥ. പക്ഷെ ഇനി അങ്ങോട്ടേക്ക് അവർക്ക് അതിന് സാധിക്കണമെന്നില്ല. കാരണം കിങ് ഓഫ് കപ്സ് നമുക്ക് അതാണ് പറഞ്ഞു തരുന്നത്, ഫീലിങ്സുകൾ സ്റ്റേബിൾ ആയിട്ട് മാറാനായിട്ട് സാധ്യതയുണ്ട്. അപ്പൊ ആ ഒരു ഫീലിങ്സുകൾ ഒരിക്കലും അവരിൽ നിന്ന് മാറിപ്പോകത്തില്ല. അപ്പൊ ആ ഒരു ഫീലിങ്സിന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു ആക്ഷൻ എടുക്കാനായിട്ട് അവര് നിർബന്ധിതരാകും എന്നുള്ളതാണ്. അതായത് ഉടനെ നിങ്ങൾ ഒന്നാകണമെന്നില്ല, പക്ഷെ കുറച്ച് സമയമെടുത്ത് ഈ റിലേഷൻഷിപ്പിന് വീണ്ടും ഒരു സ്ഥിരതയിലേക്ക് അല്ലെങ്കിൽ ഒരു സ്റ്റേബിൾ ആയിട്ട് വരാനുള്ള ഒരു സാധ്യത നമുക്കിവിടെ കാണാനും പറ്റുന്നുണ്ട്. അപ്പോൾ ഓവറോൾ എനർജി പറയുകയാണ്, നിങ്ങൾ ഈ ഒരു വ്യക്തിയെ കണ്ടുമുട്ടിയത് ഒരു കാർമിക് കണക്ഷൻ പോലെയാണ്. ഈ ഒരു ബന്ധം നിങ്ങളെ ഒരു സ്നേഹം, അതുപോലെ ക്ഷമ എന്താണെന്ന്, അല്ലെങ്കിൽ ആത്മബന്ധം എന്താണ്, ആത്മബലം എന്താണ് എന്നൊക്കെ പഠിപ്പിക്കാനായിട്ട് ഈ ഒരു ബന്ധം നിങ്ങളെ സഹായിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അല്ലെ, അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത് യൂണിവേഴ്സായിട്ട്. അപ്പൊ ചില വലിയ വലിയ പരീക്ഷണങ്ങൾ ഉണ്ടായെങ്കിലും ശരിയായ സമയത്ത് കാര്യങ്ങൾ ശാന്തമായ ശരിയായ ദിശയിലേക്ക് പോകാനായിട്ടുള്ള ഒരു സാധ്യതയും ഈ ഒരു റീഡിങ്ങിൽ നമുക്ക് പറയാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾ ഈ ഒരു പേഴ്സണെ കണ്ടുമുട്ടിയത് എന്താണെന്നും അത് എന്തിലേക്കാണ് പോകുന്നതെന്നും ഉള്ള കാര്യങ്ങളാണ് നമ്മളിപ്പോൾ നോക്കിയത്. പിന്നെ ഈ ഒരു ബന്ധത്തിൽ വീണ്ടും ഒരു കോണ്ടാക്ട് ഉണ്ടാകാനുള്ള ഒരു ചാൻസ് ഉണ്ടോ എന്ന് ഈ ഒരു സെയിം കാർഡുകൾ വെച്ചിട്ട് നമ്മൾ നോക്കുമ്പോൾ ഇവരുടെ മനസ്സിൽ വലിയൊരു സമ്മർദ്ദവും അതുപോലെ ആശയക്കുഴപ്പവും ഒക്കെ ഇവർ അനുഭവിക്കുന്ന ഒരവസ്ഥയിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. ചിലപ്പോൾ അവർക്ക് നിങ്ങളോട് സംസാരിക്കണമെന്ന് തോന്നിയാലും അപ്പൊ എങ്ങനെ തുടങ്ങണം എന്നറിയാതെ ഇരിക്കുന്ന ഒരു വ്യക്തിയുടെ എനർജി നമുക്ക് വരുന്നുണ്ട്. അപ്പൊ എങ്ങനെ തുടങ്ങണം, ഇത് പറഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെടുമോ, അല്ലെങ്കിൽ എന്നെ അവര് ഇത് പറഞ്ഞ് അങ്ങോട്ട് ചെല്ലുമ്പോൾ എന്നെ അവർ കളിയാക്കി വിടുമോ, അങ്ങനെയൊക്കെയുള്ള എന്നെ റിജക്റ്റ് ചെയ്യുമോ, അങ്ങനെയൊക്കെയുള്ള ഒത്തിരി ഓവർ തിങ്കിങ്ങിലൂടെ കടന്നു പോകുന്ന പേഴ്സൺസിന്റെ എനർജി നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. അതിനാൽ ഈ ഒരു സമയത്ത് അവരെ തടഞ്ഞു നിർത്തിയിരിക്കുന്ന ഒരു അവസ്ഥയാണ്. വേണ്ട 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 എന്നുള്ള രീതിയിൽ, വേണ്ട പോണ്ട, ഇവിടെ നിന്ന് ഇങ്ങനെ നല്ല രീതിയിൽ ഒരു റെസ്പോൺസ് കിട്ടത്തില്ല, അതുകൊണ്ട് പോണ്ട എന്ന് മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ച് അവരെ തന്നെ സ്വയം തടഞ്ഞു നിർത്തിയിരിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പം പിന്നെ ഇവിടെ നമുക്ക് 6 ഓഫ് സോഴ്സ് വരുമ്പോഴത്തേക്കും ഇപ്പോൾ ഉള്ള ഈ ബുദ്ധിമുട്ടുകളും സംഘർഷങ്ങളും ഒക്കെ മന്ദമായിട്ട് പതിയെ രീതിയിൽ മാറാനായിട്ട് പോകുന്നു. ഒരു പക്ഷേ ഈ ഒരു വ്യക്തി തന്നെ ഒന്ന് ശാന്തമായി കഴിഞ്ഞാൽ വീണ്ടും നിങ്ങളുമായിട്ട് സംസാരിക്കാനായിട്ട് ശ്രമിക്കും എന്നുള്ളതാണ് നമുക്കിവിടെ കിട്ടുന്നത്. അല്ലാതെ അവര് തീർത്തും ഇത് വേണ്ട എന്ന രീതിയിൽ പോയിട്ടുള്ളതല്ല. അവരുടെ മനസ്സൊന്ന് ശാന്തമൊക്കെ ആയി കഴിഞ്ഞിട്ട് അവർ തിരിച്ചു വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ കോണ്ടാക്ട് കിട്ടും എന്നുള്ളതിന്റെ സൂചന നമുക്ക് വരുന്നത് ഈ നൈറ്റ് ഓഫ് കപ്സും അതുപോലെ നൈറ്റ് ഓഫ് പെന്റക്കിൾസുമാണ്. ഈ രണ്ട് കാർഡുകൾ സാധാരണ ഒരു മെസ്സേജ് അല്ലെങ്കിൽ കോള് അല്ലെങ്കിൽ വീണ്ടും നിങ്ങളെ സമീപിക്കാനുള്ള ഒരു ശ്രമം എന്ന രീതിയിൽ ഡയറക്റ്റ് പറയാനായിട്ട് പറ്റുന്ന എനർജീസ് ആണ്. അപ്പോൾ നൈറ്റ് ഓഫ് കപ്സ് പലപ്പോഴും വികാരത്തോടു കൂടി, അതായത് ഫീലിങ്സോടു കൂടി വരുന്ന ഒരു കോണ്ടാക്ട് ആണ് ശരിക്കും പറയാം. പിന്നെ നൈറ്റ് ഓഫ് പെന്റക്കിൾസിൽ കാണിക്കുന്നത് അത് വൈകിയാണ് വരുന്നതെങ്കിൽ സ്റ്റേബിൾ ആയിട്ട് വളരെ പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ച് ഒരു ഡിസിഷൻ എടുത്ത് ഒക്കെ വരാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അപ്പോൾ രണ്ട് കാർഡുകൾ നമുക്കിവിടെ വന്നിരിക്കുന്നതുകൊണ്ട് തന്നെ അവർ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് വരും എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. പിന്നെ ഇവിടെ ഒരു 2 ഓഫ് പെന്റക്കിൾസിന്റെ കാർഡ് വന്നുകൊണ്ട് അവരിപ്പോഴും ജീവിതത്തിലെ മറ്റു കാര്യങ്ങളുമായിട്ട് ഈ ഒരു ബന്ധവുമായിട്ട് ബാലൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന എനർജീസ് ആണ്. അതിനുള്ള ഒരു കോണ്ടാക്ട് വന്നാലും അതൊരു ആദ്യം ഒരു സ്ലോയിലായിരിക്കും എന്നുള്ളത് നിങ്ങളൊന്ന് മനസ്സിലാക്കിയിരിക്കണം. പിന്നെ ഈ കാർഡുകളെല്ലാം കാണിക്കുന്നത് ഈ ബന്ധത്തിൽ വീണ്ടും ഒരു കോണ്ടാക്ട് ഉണ്ടാകാനുള്ള ഒരു സാധ്യത ഉണ്ട് എന്ന് തന്നെയാണ്. പക്ഷെ അത് അപ്രതീക്ഷിതമായി അല്ല, കുറച്ചൊരു സമയമെടുത്ത് മന്ദഗതിയിൽ വരാനുള്ള ചാൻസ് ആണുള്ളത്. അപ്പൊ ഈ ഒരു കോണ്ടാക്ട് പലപ്പോഴും ഒരു മെസ്സേജ് അല്ലെങ്കിൽ ഒരു ചെറിയ കോൺവെർസേഷൻ ആയിട്ട് വീണ്ടും തുടങ്ങാനുള്ള ഒരു ചാൻസ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഈ ഒരു റീഡിങ്ങിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റിയിട്ടുള്ളത്. അപ്പോൾ കുറച്ച് ക്ലൂസും കൂടെ നമുക്കൊന്ന് എടുത്ത് വെക്കാം. ഈ റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് ക്ലൂസ് റിലേറ്റഡ്. ഫസ്റ്റ് ക്ലൂ നമുക്ക് കിട്ടുന്നത് മോൾ ഓൺ റൈറ്റ് ചീക്സ്, റൈറ്റ് സൈഡിലെ കവളിലും മറുകളിലെ വ്യക്തികളാകാനുള്ള ചാൻസിൽ
മലപ്പുറം ജില്ല നമുക്കിവിടെ കിട്ടുന്നുണ്ട്. 1111 എന്ന് പറയുന്ന ഏഞ്ചൽ നമ്പർ കിട്ടുന്നുണ്ട്. 1990 എന്ന് പറയുന്നൊരു വർഷം കിട്ടുന്നുണ്ട്. സെൽഫ് എംപ്ലോയി, സ്വന്തമായിട്ട് ബിസിനസ് ഒക്കെ ചെയ്യുന്ന വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട്. ഡ്രൈവർ എന്ന് പറയുന്ന ക്ലൂ കിട്ടുന്നുണ്ട്. പാലക്കാട് ജില്ലയിൽ നിന്നുള്ള വ്യക്തികളായിരിക്കാം. പേഷ്യൻസ്, ക്ഷമയുള്ള വ്യക്തികളായിരിക്കാം. പർപ്പിൾ കളർ, നമ്പർ 31, 2001, ട്രൂ ലവ്, 1979, January month, number 9, tattoo on hand, 1982, yes possible, number 50, letter U, honest എന്ന് പറയുന്ന ക്ലൂ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. കുക്കിംഗ്, this month, red color, 7 days, 1998, റൈഡർ എന്ന് പറയുന്നൊരു ക്ലൂ കിട്ടുന്നുണ്ട്. ഗെയിമിംഗ്, 2004, നമ്പർ 37. അപ്പോൾ ഇത്രയും ക്ലൂസ് ആണ് ഈ റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഒരു ക്ലൂസും അതുപോലെ തന്നെ റീഡിങ്ങും ഒക്കെ നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കാം.